അല്ല, ആരെ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, വിളിച്ചവരെല്ലാരും പോയി. നമ്മൾ വിളിച്ചത് 15 പേര്, വന്നതോ വെറും 5 പേര്. അല്ല, നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാൻ പോയാലും കാണുന്നില്ലല്ലോ. പണി പാടിട്ടോ. നമ്മുടെ ചീഫ് ഗസ്റ്റിനെ മറ്റൊരു എയർപോർട്ടിൽ നിന്ന് രാജ്യം കൊണ്ടുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതങ്ങനെ പറ്റും? നമ്മളല്ലയോ ഇത്രയും കാശ് മുടക്കി കൊണ്ടുവന്നത്. കാശ് മുടക്കിയതും കൊണ്ടുവന്നതും നമ്മളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ അയാൾ ക്ഷണിക്കാൻ പോകുമ്പോ നമ്മളെ സംഘടന രണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ സ്ഥിതി? എന്നാലും നമ്മളെ രഹസ്യലോകത്തെ പറ്റി അവരെങ്ങനെ അറിഞ്ഞത്? നമ്മുടെ ഇടയിൽ തന്നെ ഏതോ ഒരുത്തൻ നമ്മളെ ഒറ്റുന്നുണ്ട്. ആളുകൾ വരാത്തപ്പോഴേ എനിക്കത് തോന്നിയതാണ്. ഏതായാലും പരിപാടികളായി. ഭാവി പരിപാടികൾ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. സംഘടനയുടെ പ്രസിഡന്റ് നിലക്ക് ഞാൻ തന്നെ അധ്യക്ഷനാവാം. അതെങ്ങനെ ശരിയാകും? നിങ്ങളൊക്കെ സീനിയറാണ് നമ്മളെല്ലാം. സംഘടന പൊളിഞ്ഞു കഴിഞ്ഞാൽ പഴയ പ്രസിഡന്റിന് ഒരു വിലയുമില്ല. ആ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. വീണ്ടും ഒരു ഇലക്ഷൻ നടത്തണം. എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. പ്രസിഡന്റിന്റെ ഏകാധിപത്യ തീരുമാനമാണ് ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം. ഞാൻ പ്രസംഗിക്കാൻ നേരത്തെ ഇയാൾ ഇന്നെ അവസാനമേ വിളിക്കുള്ളൂ. എന്നിട്ടോ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് 1 മിനിറ്റ് പ്രസംഗിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യും. ഇതൊക്കെ പ്രതിഷേധിച്ച് ഞാൻ ബോയ്ക്കോട്ട് ചെയ്യാൻ പോവാണ്. അത് വക്കീൽ എല്ലാ മീറ്റിംഗിലും അവസാനം വരുന്നത് കൊണ്ടാണ്. ഇവിടെ അതല്ലല്ലോ പ്രശ്നം. മുഖ്യ അതിഥി തന്നെ മറുകണ്ഠം ചാടി. പിന്നെ ഇതിനെന്താ പ്രസക്തി? മുഖ്യാതിഥി അപ്പുറത്ത് പോയതിൽ ഇവിടെ ചെല്ലേണ്ട പങ്ക് ഹൈക്കമാൻഡിനെ കൊണ്ട് അന്വേഷിപ്പിക്കും. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ആകെപ്പാടെ 5 പേര്, അതിലൊരു ഹൈക്കമാൻഡ്. ഇതെന്താ രാഷ്ട്രീയ പാർട്ടി? പണം കൂടുതലുള്ളവരുടെ കൂടെ അയാൾ അങ്ങോട്ട് പോയി. ഇനിയും പലരും പോവും. പിന്നെ നിങ്ങളെ വീട്ടിലെ ഹൈക്കമാൻഡിനോട് അന്വേഷിക്കുമ്പോഴേ കഴിഞ്ഞ വർഷത്തെ കണക്കിലെ തിരുമറി കൂടി ഒന്ന് അന്വേഷിക്കണം. ചുമ്മാതല്ല എല്ലാവരും കൂടി അങ്ങ് പോയത്. ആര് പോയാലും ശരി, ഞാൻ തന്നെ പ്രസിഡന്റ്. ആ സ്ഥാനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിങ്ങൾ ഈ കസാരയും കെട്ടിപ്പിടിച്ചിരുന്നു. ഇനി പിളരാൻ നിങ്ങളും കസാരയും മാത്രമേ ഉള്ളൂ.